വെൽക്കം സായിറാം. അതായത് ഞാനിപ്പോ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുകയാണ്. അതായത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇനി കാണണം എന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്താൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനി യൂട്യൂബർമാർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതായത് സായിബാബയുടെ പൂജകൾ മാത്രം കാണിക്കണം. എനിക്ക് അത് കുറച്ച് പേര് കണ്ടാൽ മതി, വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പിന്നെ സബ്സ്ക്രൈബ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് പേര് കണ്ടാൽ മതി, എൻ്റെ ഭാവിയെ കാണാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വിചാരത്തോടെയാണ് ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങി അങ്ങനെ ഇട്ടത്. പക്ഷേ ഇനിയൊന്നും അതൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. സബ്സ്ക്രൈബും വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പിന്നെ നാളെ തൊട്ടാണ് പുതിയ നിയമങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ സായിബാബയുടെ പൂജകളും ആരതികളും പിന്നെ എൻ്റെ അനുഭവ കഥയൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സായിറാം, അത്ര തന്നെ. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ ഇന്നലത്തെ ബാക്കിത്തെ കഥയുണ്ടല്ലോ, നിറയുണ്ട്, പക്ഷെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ പറയാം. പിന്നെ ബാബയുടെ ഹിസ്റ്ററിയൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് പറയാനുണ്ട്, അതും ഞാൻ പറയണം. പിന്നെ ഇപ്പൊ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് പിന്നെ സായിബാബയുടെ കാര്യങ്ങളായിരിക്കാം ഞാൻ വീഡിയോയിൽ കൂടെ പറയുന്നത്. അങ്ങനെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യും, ഞാൻ ബാബയെ ചീത്ത വിളിക്കുകയായിരുന്നു. ഓ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇതായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നല്ലോ, നിങ്ങളെല്ലാം നോക്കുമെന്ന് വിചാരിച്ചു. ഇപ്പോ നെട്ടെല്ലാം പോയി, നടക്കാൻ പറ്റാതെയായി. പിന്നെ മോളെ ഇപ്പോ 10-15 ദിവസമേ ഉള്ളൂ പ്രസവത്തിന് വിളിച്ചിട്ട് വരാൻ. ഇനി 2 മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കണം. എൻ്റെ ജീവിതം അങ്ങനെ പോയല്ലോ. അതോ ഫസ്റ്റ് ഒരു പരിഹാസത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ട് കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് ഒരുപാട് കഷ്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന് മേലെ 3ാമത്തെ നിലയിലായിരുന്നു. ഒരു 2.25 ഇങ്ങനെ ആകുമ്പോഴാണ് പിന്നെ നല്ലൊരു മണം. അതായത് സത്യമാണ് സായിറാം, ഇതൊക്കെ ഞാൻ പറയുന്നത് സത്യമാണ്, പിന്നെ വിശ്വസിച്ചേ പറ്റുള്ളൂ. എനിക്ക് വെറുതെ പറയണമെന്നൊന്നുമില്ല, വിശ്വസിച്ചേ പറ്റുള്ളൂ. പിന്നെ ഇപ്പൊ ഈ ഓർമ്മ വന്നപ്പോൾ പറയാണ്, എനിക്ക് ഒരുപാട് പേര് കമന്റിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഓരോ അനുഭവം ഉണ്ടായതാണ് പറഞ്ഞിട്ട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഒരുപാട് ഒരുപാട് കമന്റിൽ കൂടെ പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് പിന്നെ ഞങ്ങൾക്കും അതേമാതിരി എല്ലാം ഒരുപാട് അനുഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് ഒരുപാട് പേര് പറഞ്ഞത് കൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും ആ സന്തോഷമാണ്, വീണ്ടും വീണ്ടും ധൈര്യം വരികയാണ്. നമുക്ക് പറയാം. ഇനി ഒരു 1000 പേരിൽ 1 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോ ഒരുപാട് പേരായി എന്നുള്ള ആ ഒരു സന്തോഷവും കൂടെ വിശ്വസിക്കാൻ. അങ്ങനെ പിന്നെ നല്ല ഒരു മണവും ഉണ്ടായിരുന്നു സായിറാം. മണം എന്ന് പറഞ്ഞാ ഭക്തിയുമല്ല, സെന്റുമല്ല, ചന്ദനവുമല്ല, അങ്ങനെ ഒരു മണം. അങ്ങനെ നല്ല മണമായിരുന്നു. അപ്പൊ എൻ്റെ ചേച്ചിയാണ് കൂടെ ഉണ്ടായിരുന്നത്. ചേച്ചിമാരോട് ഞാൻ ചോദിക്കുകയായിരുന്നു, എന്താണ് അങ്ങനെ മണം അടിക്കുന്നത്, എന്താണെന്ന് ചോദിച്ചപ്പോ അവര് ഈ നേരത്തെ 2-2:15 അങ്ങനെയൊക്കെ തന്നെ ആവുള്ളൂ തോന്നുന്നു. ഈ നേരത്തെ ആരാ ബത്തി കൊളുത്തി വെക്കാൻ? ബത്തി അപ്പൊ ഒന്നും ചിലപ്പോ താഴെ ആരെങ്കിലും ബത്തി കൊളുത്തി വെച്ചിട്ടുണ്ടാകും, അതായിരിക്കും ഇങ്ങനെ മണക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അങ്ങനെ ഉറങ്ങി. ആ മരുന്നിന്റെ ഡോസിൽ ഞാൻ ഉറങ്ങുമായിരുന്നു. ഉറങ്ങി എണിച്ച ശേഷം പിന്നെ എനിക്ക് മെല്ലെ മെല്ലെ എണീക്കാനും അങ്ങനെ കുറച്ചായിട്ട് 1 മാസത്തോളം കിടക്കണമെന്ന് പറഞ്ഞ ഡോക്ടർ പിന്നെ ഞാൻ ഒരു 7 ദിവസം 8 ദിവസം അത്ര തന്നെ വേണ്ടി വന്നുള്ളൂ. ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരികയായിരുന്നു. പിന്നെ അങ്ങനെ പ്രസവത്തിനായി വിളിക്കാൻ പോയി. ഒരു 2.5 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് വേണം പിന്നെ മോളുടെ വീട്ടിലേക്ക് പോകാൻ. ഒക്കെ ഇരുന്ന് പോയി, അതേമാതിരി വന്നു, എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞു. എനിക്ക് യാതൊരു വേദനയോ ഇതോ ഒന്നുമില്ല. അങ്ങനെ ശരിയായതാണ്. എൻ്റെ നെട്ടല് ക്രാച്ച് എവിടെ പോയിന്നോ എങ്ങനെ ശരിയായിന്നോ എനിക്ക് അറിയില്ല. സത്യമാണ്, ഭഗവാന്
വിശ്വസിക്കാം. ഇത്രയും ഞാൻ പറയുന്നത് സത്യമായിട്ടും നടന്ന കഥയാണ്. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞു, പ്രസവം കഴിഞ്ഞു, എല്ലാം നന്നായി അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പിന്നെ രണ്ടാമത്തെ മോളുടെ അത് ഞാൻ പറഞ്ഞതാണല്ലോ, ജ്വൽസ് പോയ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് അങ്ങനെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞു. മോളുടെ പ്രസവ ടൈമില് കൊറോണ ടൈമായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ മോളുടെ അങ്ങനെ ഒരു കൊറോണ ടൈമായിരുന്നു. അങ്ങനെ ആരുമില്ലാതെ ഞാൻ ഈ വീഡിയോയിലൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു മുസ്ലിം സഹോദരൻ എനിക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു തന്നതും പിന്നെ മരുന്ന് വാങ്ങിച്ചു തന്നതും ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതാണ്. അത് വേണ്ട, അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ നല്ല പ്രസവമൊക്കെ കഴിഞ്ഞു. അതൊക്കെ അങ്ങനെ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞ ശേഷം 2021 സായിബാബ ഞാൻ വെറുതെ ഇങ്ങനെ മോളുടെ അടുത്ത് ഫോൺ സംസാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മണ്ണുത്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്ന ഒരു ചെടിയായിരുന്നു. ഒരു ബാമ്പൂവിൽപ്പെട്ട ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ചെടിയായിരുന്നു. അങ്ങനെ ആ ചെടി വച്ച ശേഷം അപ്പോഴൊന്നും ഞങ്ങൾക്കറിയില്ല സായിബാബ ഇങ്ങനെ വരും എന്നുള്ളതൊക്കെ. ആ ചെടി ഞങ്ങൾക്ക് അവിടെ ഭഗവാൻ വന്ന് ഇരിക്കും എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞില്ല. ഞങ്ങളത് വളരുമ്പോൾ അതൊക്കെ വെട്ടിക്കളയുമായിരുന്നു. അപ്പോഴൊന്നും അറിയില്ലല്ലോ ബാബ അവിടെയാണ് സ്ഥലം ഇരിപ്പിടം ഉറപ്പിക്കും എന്നുള്ളത് അറിയില്ലല്ലോ. ഞങ്ങളപ്പോൾ ഈ മുൻവശത്തെ ഷീറ്റ് ഇടുമ്പോഴൊക്കെ അതിനെയൊക്കെ അങ്ങോട്ട് വെട്ടി മാറ്റിയായിരുന്നു പിന്നെ ഷീറ്റ് ഇട്ടത്. പിന്നെ വീണ്ടും തഴച്ചു വരികയായിരുന്നു. അങ്ങനെയാണ് ഒരു ജൂലൈ 27 ചൊവ്വാഴ്ചയാണ് ഭഗവാൻ അവിടെ ദർശനം തന്നിരുന്നത്. ഞാൻ ഇനിയും അത് വീഡിയോയിൽ കൂടെ പറഞ്ഞ് പരിഹാസങ്ങൾക്ക് ഇടയിൽ വരുത്തുന്നില്ല. ഒരുപാട് ഞങ്ങൾ പരിഹാസം സഹിച്ചതാണ്. അതുകൊണ്ട് അതൊന്നും വേണ്ട. ഭഗവാനെ ഞങ്ങൾക്ക് ദർശനം കിട്ടി. അങ്ങനെ കുറെ പേർക്കൊക്കെ കാണുകയും ചെയ്തു. പിന്നെ ബാക്കിയുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ഓം സായിറാം.